2017-18 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി വ്യവസായ രംഗത്തെയും സാമ്പത്തിക രംഗത്തെയും വിദഗ്ധരുമായി ധനമന്ത്രി ആശയവിനിമയം നടത്തി. കിഫ്ബിയിലൂടെ 13,000 കോടി രൂപയുടെ പദ്ധതികളാണ് കൊണ്ടുവരിക. ഒപ്പം വരുന്ന വർഷം വൻ നിക്ഷേപമാണ് കേരളം പ്രതീക്ഷിക്കുന്നതും. പുതിയ സാമ്പത്തിക വർഷം 20% മേൽ നികുതി വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പെൻഷനടക്കമുള്ള സാധാരണക്കാരുടെ ആനുകൂല്യങ്ങളൊന്നും വെട്ടിക്കുറക്കില്ലെന്നും ധനമന്ത്രി ഉറപ്പു നൽകി. ഈ സർക്കാർ കേരളത്തിലെ പാവങ്ങളുടെ ആകെ കൊടുക്കുന്ന ഈ പെൻഷനും ഇങ്ങനെയുള്ള ചില ആനുകൂല്യങ്ങളാണ്. ഒരു കാരണവശാലും അത് കുടിച്ചു വരുത്തുകയോ കുറയ്ക്കുകയോ ചെയ്യില്ല. അത് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഉണ്ട്, അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നോക്കും. 2,500 കോടി രൂപയ്ക്ക് മുകളിലാണ് വാറ്റിലൂടെയുള്ള നികുതി കുടിശ്ശിക സർക്കാരിന് ലഭിക്കേണ്ടത്. ഇത് പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. ബഡ്ജറ്റിന് മുമ്പ് ഇങ്ങനെ ടാക്സ് പ്രാക്ടീഷണേഴ്സിനും പറഞ്ഞിട്ടുണ്ട്, സർക്കാരിൻ്റെ നികുതി കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ബാക്കിയുള്ള ഇളവുകൾ പലതും കൊടുക്കാം. നമുക്ക് 5-10 വർഷം കേസ് നടത്തിയിട്ട് അന്ന് കിട്ടുന്നതിനേക്കാൾ അത്രയും നല്ലതാണ് ഇന്ന് നികുതി വരുമാനം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. SC/ST വിഭാഗങ്ങൾക്കുള്ള പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിലുണ്ടായ വീഴ്ചകൾ പരിഹരിക്കും. ഇതിനാവശ്യമായ നടപടികൾ ബഡ്ജറ്റിൽ പ്രതിപാദിക്കും. ഒപ്പം വരുന്ന സാമ്പത്തിക വർഷത്തിൽ ബഡ്ജറ്റിന് പുറമെ വൻ നിക്ഷേപങ്ങൾ കൊണ്ടുള്ള വികസനമാണ് കേരളം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.